ഏവർക്കും വീണ്ടും സ്വാഗതം. അജ്മലിന്റെ theborderofamind.com എന്ന വെബ്സൈറ്റിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ വിശകലന പരമ്പരയുടെ പുതിയൊരു ഭാഗമാണിത്. ഇന്ന് നമ്മൾ നോക്കുന്നത് അജ്മൽ 2024 ഓഗസ്റ്റ് 13 എഴുതിയ സേവറിംഗ് ഫ്ലോ ഓഫ് മൊമെന്റ്സ് എന്നൊരു ബ്ലോഗ് പോസ്റ്റാണ്. അതെ, ദി ബോർഡർ ഓഫ് എ മൈൻഡ്. ഇത് അജ്മലിന്റെ ഒരു പേഴ്സണൽ പ്രൊജക്റ്റാണ്. വർഷങ്ങളായി അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തുവെന്ന് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു ജിജ്ഞാസ, ആ അത്ഭുതം, അതിനെയൊക്കെ പരിവേഷണം ചെയ്യാനും ഒരുപക്ഷെ ആഘോഷിക്കാനുമുള്ളൊരിടം. ശരിയാണ്. എഴുത്തിലൂടെയും കലയിലൂടെയുമൊക്കെ അദ്ദേഹം ചിന്തകൾ പങ്കുവെക്കുന്നു. അപ്പോൾ ഈ പോസ്റ്റില് സേവറിംഗ് ഫ്ലോ ഓഫ് മൊമെന്റ്സിൽ അജ്മൽ പറയുന്നത് ചില പ്രത്യേക നിമിഷങ്ങളെക്കുറിച്ചാണ്. സമയം ഇങ്ങനെ എന്താ പറയാ, നിശ്ചലമായി നിൽക്കുന്നത് പോലെ തോന്നുന്ന നിമിഷങ്ങൾ. അതെ, ഒരു ഫ്ലോ സ്റ്റേറ്റ് പോലെ. ചിലപ്പോൾ ഒരു സൂര്യാസ്തമയം കാണുമ്പോഴായിരിക്കാം ആകാശം അസാധ്യ നിറങ്ങളിൽ ഇങ്ങനെ. അതെ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേട്ട് അതിൽ മുഴുകിയിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ ആ നിമിഷത്തിൽ അങ്ങ് ലയിച്ചു പോകൂല്ലേ? തീർച്ചയായും. പക്ഷെ അജ്മൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെയൊക്കെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇത്തരം നിമിഷങ്ങൾ എത്ര കുറവാണ് എന്നുള്ളതാണ്. എപ്പോഴും നോട്ടിഫിക്കേഷൻസ്, ഡെഡ്ലൈനുകൾ, പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ആ ഒരു ലിസ്റ്റ് അതങ്ങനെ തീരില്ല. ശരിയാണ്. നമ്മുടെ ശ്രദ്ധയെ ഇതൊക്കെ പല ഭാഗത്തേക്ക് വലിച്ചുകൊണ്ടു പോകുന്നു, ഒരു ഫോക്കസ് കിട്ടാത്ത അവസ്ഥ. എന്നാൽ അജ്മൽ പറയുന്നത് ഈ നിമിഷങ്ങളെ വെറും യാദൃച്ഛികമായി കാണരുതെന്നാണ്. ജീവിതത്തെ കുറച്ചുകൂടി ആഴത്തിൽ അനുഭവിക്കാനുള്ള ഒരു ക്ഷണം പോലെ കാണണം. അതെ, ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ടിക്ക് ചെയ്ത് തീർക്കാനുള്ള ടാസ്കുകളല്ല, മറിച്ച് ആസ്വദിക്കാനുള്ള നിമിഷങ്ങളുടെ ഒരു ഒഴുക്കാണ്. ആ ഒഴുക്കിലൊന്ന് അലിയുക, അതാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതല്ല അജ്മൽ ഊന്നൽ കൊടുക്കുന്നത്. ഡൂയിങ് മോർ അല്ല, മറിച്ച് ആ നിമിഷത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നതാണ്. ബീയിങ് മോർ പ്രസന്റ്, ചുറ്റുമുള്ള കാര്യങ്ങളിൽ, ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുക. അപ്പൊ മനസ്സിന്റെ ആ ഒരു ഓട്ടം നിൽക്കും അല്ലേ? അതെ, ആ നിമിഷത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങും. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ അത്ഭുതങ്ങൾ വീണ്ടും കാണാൻ തുടങ്ങും. ഇത് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് എപ്പോഴും ഡിസ്ട്രാക്ഷൻസ് അല്ലേ? ഇത് പ്രാവർത്തികമാക്കാൻ അത്ര എളുപ്പമാണോ? അതൊരു നല്ല ചോദ്യമാണ്. ഇതിനൊരു എളുപ്പവഴിയൊന്നും അജ്മൽ പറയുന്നില്ല. ഇതൊരു പരിശീലനം പോലെയാണ് ശരിക്കും. ആ നിമിഷങ്ങളെ ശ്രദ്ധിക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം. ഒരു സൂര്യാസ്തമയം കാണുമ്പോൾ ഫോൺ എടുക്കാതെ ആ നിറങ്ങളെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുക. അതെ, ഒരു ചായ കുടിക്കുമ്പോൾ അതിന്റെ ചൂട്, രുചി, അങ്ങനെ. ഇതൊരു വലിയ മാറ്റമല്ല, പക്ഷേ ആ ഒരു മനോഭാവം വളർത്തിയെടുക്കലാണ്. കൂടുതൽ ശ്രദ്ധിക്കുന്തോറും ആ ഫ്ലോയുടെ നിമിഷങ്ങൾ നമുക്ക് കിട്ടിത്തുടങ്ങും. അപ്പോ കാര്യം ശ്രദ്ധയിലാണ്. കൂടുതൽ ശ്രദ്ധിക്കുക. അജ്മലിന്റെ ഈ ചിന്തകളും മറ്റു വർക്കുകളും, അതായത് എഴുത്തുകൾ, കല, ദൃശ്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റായ theborderofamind.com ലഭ്യമാണ്. തീർച്ചയായും സന്ദർശിക്കുക. അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ചില പോഡ്കാസ്റ്റുകളും അവിടെയുണ്ട്. അതെ, അജ്മലിന്റെ രചനകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചകൾ ഇനിയും തുടരും. അടുത്ത ഭാഗങ്ങളിൽ മറ്റു ചില വിഷയങ്ങളുമായി വീണ്ടും കാണാം. പോകുന്നതിനു മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും എല്ലാം മറന്നൊരു നിമിഷത്തിൽ പൂർണ്ണമായി അലിഞ്ഞു ചേർന്നതായി അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള നിമിഷങ്ങൾ ഓർത്തെടുക്കാനും ഇനി അത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കൂടുതൽ ശ്രദ്ധയോടെ സമീപിക്കാനും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ചു നോക്കൂ. വീണ്ടും കാണാം.